ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബില് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു. അതായത് കണ്ടത് നമ്മുടെ പ്രവീൺ പ്രണാവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അവരുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അതായത് അവരുടെ കുടുംബത്ത് കുറെ പ്രശ്നങ്ങൾ നടന്നു. ആ പ്രശ്നങ്ങൾ നടന്നു എന്ന് പറയാനുള്ള കാരണം ആദ്യം ഈ സംഭവം തുടങ്ങുന്നത് വെച്ചാൽ ഇവരാദ്യം മൃദുലയ്ക്ക്, അതായത് പ്രവീണിന്റെ വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുത്തത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ കുറെ കാര്യങ്ങൾ പ്രവീണ് കുറച്ച് വീഡിയോസ് ഇട്ടു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നതാണെന്നും അതിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിനുവേണ്ടി കുറച്ച് പേര് കമന്റിലിട്ട് മോശമായിട്ട് നിങ്ങൾ എന്തിനാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇത്ര പൈസ ഇല്ല, അതില്ല, മറ്റേതില്ല, മാർച്ചതില്ല എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഞാനും അങ്ങനെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരും തെറ്റല്ല. അപ്പം അത് അങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തന്നെ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിലുള്ള വീഡിയോസ് 2-3 വീഡിയോസ് ഇട്ടതിലൊന്നും അച്ഛൻ, അമ്മ, പ്രണാവ്, കൊച്ചു ഇവരാരും ഇല്ല. അപ്പൊ ഇതിലുള്ള 1-2 കമന്റുകളെല്ലാം എല്ലാവരും ഇതുപോലെ അയച്ചിരുന്നു. നല്ല നെഗറ്റീവ്, നല്ലൊരു നെഗറ്റീവ് കമന്റ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് പ്രവീണ് അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇതിനെപ്പറ്റിയുള്ള റീസൺ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, കാരണം എന്തുവാണ്. അപ്പം പുള്ളി അത് ഇതിനെപ്പോലുള്ള കാരണം പറഞ്ഞു തന്നു. ഇന്ന കാരണമാണ്, വീട്ടിൽ വിഷയങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പൊ എല്ലാവരോടും ഷെയർ ചെയ്ത് അതെടുത്ത് എനിക്ക് കണ്ടന്റ് ആക്കണം താല്പര്യമില്ല എന്നാണ്. ഞങ്ങളുടെ സന്തോഷ വീഡിയോകളാണ് നിങ്ങളെ കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്കൊന്ന് പ്രവീണിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം എനിക്കൊരു അഡ്രസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ, എന്റെ കുഞ്ഞിന് പോലും അഡ്രസ് ഇല്ലാത്ത ആൾ. ഇത്രയും മാത്രമേ പ്രവീൺ പറഞ്ഞുള്ളൂ. അല്ലാതെ അവരെ കുടുംബത്തിലെ അമ്മ, അച്ഛൻ, പ്രണാവ് ഇവരൊന്നും ഭയങ്കര മോശമാണെന്നോ അങ്ങനെയുള്ള അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ഇത് കണ്ടിട്ട്, ഈ വീഡിയോസ് കണ്ടിട്ട് കൊച്ചു, അതായത് പ്രണാവ് അവന്റെ അനിയൻ കൊച്ചു, പുള്ളി ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള റിയാക്ഷൻ ചെയ്തു. അതായത് കാരണം വെച്ചാല് ഈ ഒരു വീഡിയോസിനകത്ത് മൊത്തം ഇവരെ പറ്റിയുള്ള കുറച്ച് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു. ഇവരെന്തുകൊണ്ടാണ് വരാത്തത്, ഇവരെന്താണ് ഇല്ലാത്തതിന്റെ കാരണം എന്തുവാ, ഇതാ മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് കുറെ കാരണങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം, വലിയ അത് പറഞ്ഞൊന്നുമില്ല ഡീറ്റെയിൽ. അത് കഴിഞ്ഞിട്ട് പ്രണാവും അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരിക്കലും എന്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവന്റെ അനിയനാണ് ഞാൻ, എന്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ. പിന്നെ പ്രശ്നങ്ങൾ വരും. അവ എൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല. ഇത് പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം. ദേവി ഇത് എനിക്ക് അത്ര മാത്രം മതി. കൊച്ചു ഇപ്പം ഈ വീഡിയോക്കകത്ത് പറയുന്നത്, അതായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ പ്രവീൺ കൊച്ചുവിനെ, അതായത് പ്രണാവിനെ നല്ല രീതിയിലുള്ള മോശമായിട്ടുള്ള രീതികൾ പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. അതാണ് പറയുന്നത്, അവൻ ചെയ്തൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അങ്ങനെ അവൻ ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് പറയുന്നു, എനിക്ക് വീഡിയോ ഇടാനും താല്പര്യമില്ല, എനിക്ക് പൈസ ഉണ്ടാക്കണ്ട, ഞാൻ ആകെ ഇതായിപ്പോയി എന്നുള്ള രീതിയൊക്കെയാണ് കൊച്ചു ഇവിടെ പറയുന്നത്. കൊച്ചിന്റെ അമ്മയും അച്ഛനും എല്ലാവരും അവിടെ ഉണ്ട്. അതിൽ കുറച്ച് കരയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ക്ലിപ്പുണ്ട്, അതോടൊന്ന് കണ്ടിട്ട് അതിന്റെ കാര്യം കൂടെ കൃത്യമായിട്ട് പറയാം. നോക്കാം. ഇവിടെ ഈ വീട്ടിൽ നിന്ന് താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാരി ഒരു കുഞ്ഞു വീട് അവിടെ എടുക്കുള്ളൂ. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് നോക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. ഞങ്ങൾ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ഗൈസ്, അവന് ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടു പൊക്കോ.
അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. ഇപ്പൊ ഇവര് അച്ഛനും അമ്മയും അനിയനും കൂടെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഈ ഒരു വിഷയം, അതായത് അവൻ തന്നെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് മൂത്ത ആള് പ്രവീൺ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇവരാരും ഇറക്കി വിട്ടിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത്. സത്യാവസ്ഥ എന്തോന്ന് നമുക്കറിയത്തില്ല. ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും ആദ്യം ഞാൻ ഈ സംഭവങ്ങൾ ഇത് നടന്ന സമയത്തെല്ലാം ഞാൻ കണ്ടതാണ്. ഞാൻ എടുത്ത് റിയാക്ഷൻ ചെയ്യാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാമിലി വിഷയമാണ്, അത് അങ്ങനെ പോട്ട്. പിന്നെ ഒരാളുടെ ഒരു വിഷയം എടുത്ത് ചാടിക്കേറി എടുത്തിട്ട് കാര്യമില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്തുവാന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ട് വേണം നമ്മളിത് ഫുൾ കാര്യം പറയാം. ഇതിന്റെ ഈ ഒരു കൊച്ചുകുട്ടന്റെ വീഡിയോന്റെ റിയാക്ഷൻ വീഡിയോ പ്രവീൺ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പ്രവീണാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവരാരും പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോന്നോ ഇവിടെ നിൽക്കണ്ടെന്നോ ഇവിടെ അവനൊന്നുമില്ല, പിന്നെ അവന്റെ അപ്പനെ ഇത് ഉണ്ടാക്കിയിട്ടേക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് എന്നൊക്കെയാണ് അപ്പനും അമ്മയും അനിയനും കൂടെ ഭയങ്കര തള്ളിക്കൊണ്ടിരുന്നത്. ഇത് സ്വാഭാവികമായിട്ട് കാണുമ്പോഴും നമ്മുടെ മുന്നിൽ കരച്ചില് നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ വിശ്വസിക്കും. അപ്പൊ നമ്മൾ അന്നേരം ഉടനെ അടുത്ത് പ്രവീൺ ഇട്ട വീഡിയോയിൽ പോയി കമന്റ് ഇടും, അവരങ്ങനെ അവർ നല്ല മനുഷ്യരാണ്, നീയൊക്കെ എന്തു പറയാം അതാ ഇതാന്ന് പറഞ്ഞു. അതായത് ഈ കൊച്ചുവിന് അമ്മയ്ക്ക് ഇവർക്ക് നെഗറ്റീവ് കമന്റ് വന്നപ്പോഴാണ് ഇവർ ഈ വീഡിയോ എടുത്തിട്ടേ. മറ്റേ വീഡിയോക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് വന്നപ്പോഴാണ് ഈ വീഡിയോ ഇവരിട്ടെ. ഈ വീഡിയോ എടുത്തിടുമ്പോൾ നമ്മൾ കാണുമ്പോൾ പ്രവീൺ മോശക്കാരനാവും. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല, അവൻ തന്നെ ഇറങ്ങിപ്പോണം, പ്രവീൺ മോശക്കാരനാവും. അപ്പൊ നമ്മളെല്ലാവരും കയറി ചാടി കയറി അങ്ങോട്ട് പോകും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ഒന്നും ഈ വീഡിയോ പറ്റി ഒന്നും ചെയ്യാഞ്ഞത്. കാരണം അവരുടെ ഫാമിലി ഇഷ്യൂ ആണ്, അതെന്തോ അവർ കൃത്യമായിട്ട് അത് പറയുന്നുമില്ല. അത് പറയാതെ നമ്മൾ ചാടിക്കറി എന്നത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇതിനകത്ത് വേറെ കാര്യം പറഞ്ഞെന്തോ യൂട്യൂബ് ചാനൽ വേണ്ട, എനിക്ക് വരുമാനം വേണ്ട, അവൻ ചാനൽ കൊണ്ടുപോയിട്ട് ചാനൽ. ഇതൊന്നും നമുക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മനസ്സിലായി വീട്ടിൽ പ്രശ്നം ഉണ്ടായത് പൈസയുടെ എന്തോ ഇഷ്യൂസ് ആണെന്ന് നമുക്കത് മനസ്സിലാക്കാം. കൊച്ചു പല രീതിയിൽ പല തവണയായിട്ട് അത് പറയുന്നുണ്ട്. ചാനൽ അവൻ കൊണ്ടുപോകട്ടെ, അമ്മയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവൻ കൊണ്ടുപോകട്ടെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൈസയുടെ എന്തോ ഇഷ്യൂ എന്ന്. ഇപ്പൊ ഇതിന്റെ അടുത്ത റിയാക്ഷൻ, അതായത് ഈ വീഡിയോസ് കണ്ടിട്ട് തന്നെ ഇതിന്റെ മൊത്തം സത്യാവസ്ഥയായിട്ട് നമ്മുടെ പ്രവീൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഓരോ ക്ലിപ്പായിട്ടൊന്ന് കാണാം. ഇത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ പറയുന്നു എവിടെ റൂം ഇവിടെ ആർക്കൊണ്ടാക്കിയ റൂം ആ ഇല്ല ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കൂല, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് നേരത്തെ പറയുന്നത് എത്ര ഫോണിന്റെ വായിക്കുന്നുണ്ട്. ഓ ഇവിടെ ഇതിനെ വീഡിയോ കോപ്പയിക്കുന്നു അയ്യോ നമ്മൾ ആ മാറ്റി വെച്ചിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കുത്തിങ്ങനെ ഞങ്ങളൊന്നും കഴിച്ചില്ല, മുരുകൻ കൊണ്ടൊന്നും എനിക്കെല്ലാം കൊടുത്തില്ല, എവിടെയെങ്കിലും കൊടുത്തിട്ടില്ല, അവിടെയും കൊടുത്തിട്ടില്ല. ഇതില് ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. കണ്ടോ, ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് പ്രവീണിന്റെ അച്ഛൻ നല്ല രീതിയിൽ പറയുന്നുണ്ട് ഇറങ്ങിപ്പോകാൻ. എന്നിട്ട് ഇവര് പിന്നെ എന്തിനാണ് അവർ ആ വീഡിയോ ഇട്ടത്? എന്റെ ചോദ്യം അത്, എന്തിനാണ് അവർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? തെളിവ് ഉൾപ്പെടെ സഹിതമാണ് പ്രവീൺ എടുത്തിട്ടേക്കുന്നത്. പ്രവീണ് എടുത്ത് ഈ സംഭവം പിടിച്ചില്ലായിരുന്നെങ്കിൽ, ഇങ്ങനൊരു സംഭവം പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നാളെ എനിക്ക് തോന്നി ഇത് പ്രവീൺ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രവീൺ അറിയായിരുന്നു ഈ സംഭവം. നാളെ ഇത് എങ്ങനെങ്കിലും കറങ്ങി തിരിച്ച് തലയ്ക്ക് വന്ന് അടിക്കുമ്പോൾ പ്രവീൺ തെളിവിന് വേണ്ടി പ്രവീൺ ഇത് പിടിച്ചു വെച്ചതാണ്. അത് നല്ല കാര്യമായി പോയിരുന്നത്. കാരണം ഇതിപ്പോ ഈ ഒരു വീഡിയോ അവർ ഇട്ടപ്പിച്ചും പ്രവീൺ എന്തോ വെച്ചിട്ട് ആരോട് എന്തോ പറയും, തെളിവില്ല കയ്യിൽ. ഇപ്പൊ നമ്മളായപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ പറയും പ്രവീണിന്റെ കയ്യിൽ തന്നെ തെറ്റെന്ന് പറയും. അത് ആരും തെറ്റെന്ന് പറയാൻ പാടില്ല. തെളിവുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് കൃത്യമായിട്ടുള്ള തെളിവാണ്. പുള്ളി അവിടുന്ന് ഷൗട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് മാത്രമല്ല, അവിടെ വേറെ കുറെ സംഭവങ്ങളുണ്ട്, നമുക്ക് ആ ക്ലിപ്പുകൾ കാണുന്ന സമയങ്ങളിൽ പറയാം. ഇത് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് പ്രവീണിന്റെ അച്ഛൻ മാത്രമല്ല അമ്മയും പറയുന്നുണ്ടെന്നാണ് പറയുന്നത്.
നമുക്ക് അതിന്റെ ഒരു ക്ലിപ്പും ഉണ്ട്, അതുകൂടൊന്ന് നമുക്കൊന്ന് കാണാം. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ട്, അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുണ്ട്. എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട്. ഞാൻ അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ അവിടെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ ഇറക്കിപ്പോയത്. രണ്ടുപേരും കൂടെ ചെറുക്കനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയിട്ടാണ് പറയുന്ന കിടന്ന് ഡയലോഗ് ഇട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അവർക്ക് പോസിറ്റീവ് വരുത്താൻ വേണ്ടിയുള്ള പരിപാടിക്ക് മാത്രമാണ് അവർ വെറും ഒരു നാടകമായിരുന്നു ആ വീഡിയോ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. വളരെ നാടകം. ഈ വീഡിയോ പ്രവീൺ ഇത് ഇട്ടില്ലായിരുന്നു നമുക്കറിയത്തില്ല. നമ്മളെല്ലാവരും പ്രവീണെ മോശമായിട്ട് തന്നെ പറയത്തുള്ളൂ. കാരണം അവർ കണ്ണീരോടാണ്, അവർ 3 പേരും കണ്ണീരോട് മിഴുകിക്കൊണ്ടാണ് ഇരുന്നത്, മിഴുങ്ങിക്കൊണ്ട്. ഇതല്ല ഇനി ഒന്നുകൂടെ കാണാനുണ്ട്. നമുക്ക് ഇതൊന്നും പറയാറൊന്നും ആയിട്ടില്ല. നമുക്ക് അടുത്തൊരു കുഴപ്പമുണ്ട്, അവിടെ കണ്ടിട്ട് ബാക്കി പറയാം. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? ഒരുവനുണ്ടാക്കിയിട്ടതല്ല. നാടുമില്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങി. ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത വിളിച്ച് നിന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ രണ്ടടി കണ്ടോ? അപ്പനും ഇളയ മോനും കൂടെ ചേർന്ന് മൂത്തവനെ ശരിക്കും തല്ലി ചതച്ചെന്ന് പറയാം. നല്ല രീതിയിൽ ചതച്ചു. ചതയെന്ന് പറഞ്ഞാൽ അതുപോലെ കൊടുത്തു. കാരണം മേലെല്ലാം മൂങ്ങി തെണുത്തിരിക്കുന്ന കണ്ടോ, ചുമന്ന് കൊടുത്ത്. കഷ്ടമുണ്ട്. ഇത് ആരോടും ഇങ്ങനെ കാണിക്കല്ലേ. സ്വന്തം മോനാന്നുള്ള ഒരു ചിന്താഗതി കാണിക്കല്ലേ. എന്ത് വിഷയമായിക്കോട്ടെ. അല്ല നമുക്കത് വാക്കാൽ പറയുന്ന പോലെയാണ് ഒരാളെ മേൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അതുപോലെ സഹിക്കാൻ വയ്യ. അതുപോലെ മൃതലേക്ക് നല്ല രീതിയിൽ മേല് പരിക്ക് കിട്ടിയിട്ടുണ്ട്. മേൽ നല്ലൊരു നോവ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഗർഭിണി അയക്കുന്നത് ഒരു ചിന്താഗതി പോലും അവർ കാണിച്ചില്ലെന്നാണ് പറയാനിരിക്കുന്നത്. നമുക്ക് ബാക്കിയൂടെ കാണാം. വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റാൻ അമ്മയെ ശ്രമിച്ചു. കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യം. മുറിവ് പിടിച്ചോണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്. ഞാനും എൻ്റെ കുടുംബം കോളം മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാൻ. ഞാൻ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, എന്തോ ഒരു കാരണമുണ്ട്. ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ ഇതുപോലെ പ്രവീൺ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തമ്മിൽ ഉടക്കായി, തമ്മിൽ ഭയങ്കര അടിയായി, ഇടിയായി. അപ്പനും കൂട്ടത്തിൽ ഇരുന്ന് ഇളയ മോനോട് സഹായിച്ചിട്ട് മൂത്തവനെ തല്ലി ഭയങ്കര ഇതായിപ്പോയി കാണിച്ചത്. ഇത് സഹിക്കാൻ പറ്റാത്ത അങ്ങേയറ്റ രീതിയിലാണ് കാണിച്ചേക്കുന്ന അപ്പനും മോൻ. അതുപോലെ ആ ഗർഭിണി അയക്കുന്ന പെണ്ണിന്റെ വയറ്റത്തും നീട്ടി നല്ല രീതിയിൽ വേദനയുണ്ട്. കഷ്ടമല്ല, ഭയങ്കര. ആ അമ്മയും കാണിച്ചു കൂട്ടിയ ദൂരം. അമ്മയാണെങ്കിൽ 2 മക്കളെ പ്രസവിച്ചത് അമ്മയ്ക്ക് അതിന്റെ ആ വിഷമങ്ങളും കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ അതുപോലും ചിന്തിക്കാതെ കാണിച്ചു കൂട്ടിയ വലിയൊരു തെറ്റ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുപോകണം. അതാണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ കാണുന്നത്. എനിക്ക് തൊന്നിട്ട് ഞാൻ 9 മാസമായ കുഞ്ഞാണ്. ആ വീണ സമയത്ത് അവിടെ വീണു, അടിപിടി ഉണ്ടായ പ്രവീണും ഇവര് അച്ഛനും മോനോട് അടിച്ചപ്പോഴത്തേക്ക് മൃദുല ചെന്ന് ഇടയ്ക്ക് കയറി. എത്ര നാളും ഭാര്യമാർക്ക് നോവും, എത്ര ഭർത്താക്കന്മാർക്ക് അടി കിട്ടും.
ഇടയ്ക്ക് കയറിയ സമയത്ത് മൃഗുവിനെ പിടിച്ച് തെള്ളി ഇടുകയും കൂടെ ചെയ്ത സമയത്ത് മൃഗ താഴെ വീണിട്ട് അവർ ഒരു മൈൻഡ് പോലും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒരു മൈൻഡ് പോലും. വളരെ കഷ്ടമായിപ്പോയി എന്ന് ഞാൻ പറയുന്നു. കിടക്കുന്നിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റും. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിക്കോ നമുക്ക് പോവായിട്ട് ഇവിടെ കിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല, ഞാൻ മാറ്റി കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവർ മോനെ കയറിയെന്നല്ലാണ്ട് ഇളയ മോനെ കയറുന്ന ഇത് എല്ലാ വീട്ടുകളിലുള്ള വന്നു കയറുന്ന പെണ്ണിനാണ് പേരുദോഷം എപ്പോഴും. അത് വന്നു കയറുന്ന പെണ്ണ് വരുമ്പോഴാണ് അവിടെ എപ്പോഴും പല മാറ്റങ്ങളും സംഭവിക്കുമെടുക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കാരണം വന്നു കയറുന്ന പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പഴയ അവരുടെ വീട്ടിലെ രീതി വളർന്നു വന്ന 25 വർഷം. അപ്പൊ നമ്മുടെ ഒരു രീതി ആയി വരാൻ കുറച്ച് രീതിയിൽ പ്രയാസപ്പെടും, പല രീതിയിൽ. അപ്പോൾ ചില പെണ്ണുങ്ങൾ നമ്മുടെ കുടുംബം തെറ്റിപ്പിക്കാൻ നോക്കും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇവര് നല്ല രീതിയിൽ ആലോചിച്ച് എല്ലാം കെട്ടി അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്ന സംഭവത്തില് ഇവര് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവരെന്നിട്ട് വെക്കുന്നത് ആ വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ കൊടുക്കുക. ഭൂരിപക്ഷം എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. നടക്കേണ്ടതാണ് നടക്കും. അത് വന്നു കയറിയ പെണ്ണിന്റെ മണ്ടെ തലയിൽ കൊണ്ട് വെക്കാൻ ഇരിക്കരുത്. അല്ലെ പിന്നെ അതുപോലെ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. ഇതൊരു തെറ്റും ഇല്ലാതെ പറയുന്നതോട് യോജിപ്പില്ല എനിക്ക്. ബാക്കിയെടുക്കണം. ഇളയ മോനെ കയറുന്ന ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ട് ചങ്കി തട്ടി പറയാം. ഇവിടെ എല്ലാ കാര്യവും നോക്കിട്ട് ഞാൻ ഈ വീട്ടിൽ ഇല്ല പറ്റുന്നില്ല ഇവിടെ നിൽക്കാറുണ്ട്. ഞാൻ തിരിച്ചെന്ന് പറയാനിപ്പോഴത്തേക്ക് കൊച്ചു അച്ഛനും എന്റെ തന്റെ ചീത്ത വിളിച്ചു. എനിക്കറിഞ്ഞൂടെ അവരൊക്കെ ഇവിടെ എന്തോ ചെയ്യുന്നത്. എനിക്കിനി ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു നാണോ മായോട്ട് കയറി തറവായരോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ എടുത്തിട്ട് അടിക്കുന്നതാണ്. കുറെ കിട്ടിയടി ഞാൻ നോക്കിയപ്പോൾ വായി കൊടുത്ത് ചോര വീഴുന്നു. കാണുന്ന പോലെ ഒന്നും വന്ന് കയറിയിട്ട് എന്തുകൊണ്ടാലും വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടേക്ക് ഒരു ചവിട്ട് കിട്ടി കേട്ടോ. കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലാഞ്ഞിട്ട് നിറവേറോട് നിൽക്കുന്ന ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് നല്ല രീതിയിൽ സങ്കടം തോന്നുന്നു. കാരണം നമ്മളെല്ലാം ജനിച്ചത് അമ്മയുടെ വയറ്റിൽ നിന്നുണ്ടായിട്ടാണ് നമ്മൾ ജനിച്ചത് തന്നെ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ അമ്മയ്ക്കും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തോ മനുഷ്യരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വെറും ഇതില്ലാത്ത രീതിയിലായിപ്പോയി. ഇനി 5 ദിവസം കൂടെ കഴിഞ്ഞാല് പ്രസവത്തിന് ഡേറ്റാണ്. ആ 5 ദിവസം ആ മുതല പറയുന്നുണ്ട് എന്റെ വയറ്റത്തിന് ചവിട്ട കിട്ടി എന്ന്. അതിന്റെ കുഞ്ഞിനോട് പോലും സ്നേഹം. കുഞ്ഞിനോട് എങ്ങനെ സ്നേഹം തോന്നാനാണ്? സ്വന്തം മോനോട് തോന്നാത്ത സ്നേഹം കുഞ്ഞിനോട് തോന്നുന്നു. കുഞ്ഞിനോടും അവന്റെ പെണ്ണിനോട് തോന്നും? ഒരിക്കലുമില്ല. അതാണ് ഇതിനകത്ത് സംഭവിച്ച കാര്യം. ഇതിനകത്ത് പൈസ തർക്കം തന്നെയാണ്. പൈസ തർക്കത്തിൽ പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടായത് അത് അച്ഛനും അമ്മയും കൂടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് എനിക്കറിയില്ല. പണ്ട് ഇവരെ ഒരു വീഡിയോ ഞാനത് കണ്ടായിരുന്നു. ചേട്ടനും അനിയും കൂടെ തമ്മിൽ അടി ഉണ്ടാക്കുന്നതായിട്ട് അമ്മയെ കാണിക്കാൻ വേണ്ടി ഒരു ക്രിയേഷൻ ചെയ്തതാണ്. അപ്പൊ അമ്മ ഇടയ്ക്ക് ഇവരോട് എന്തോ ഇങ്ങനെ കാണിക്കും, രണ്ടും കൂടെ അടി ഉണ്ടാകും, ഇതുവരെ ഇങ്ങനെ ഉണ്ടാകത്തില്ല, അങ്ങനെ ഇങ്ങനെ അച്ഛ മറച്ച എന്നൊക്കെ ഇങ്ങനെ പറയാം. എനിക്ക് ഇപ്പൊ തോന്നുന്നു ആ വീഡിയോ ഇവര് 3 പേരുടെ ക്രിയേഷൻ ചെയ്താണോ നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പൊ അങ്ങനെ തോന്നുന്നു. അതോ ഇനി ചിലപ്പം അങ്ങനെ അവര് ചുമ്മാ കാണിച്ച് അമ്മയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരാളായിട്ട് പോയി അമ്മയെല്ലാം അടിച്ചു പിരിഞ്ഞെന്നായിരിക്കും സഹിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് അടുത്തൂടെ കാണാം. ഞാൻ എന്തിനും എല്ലാത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത് എവിടെ പോവും കൊണ്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചിരിക്കാറുണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും
ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കും. ഞാൻ അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അവൻ എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെ കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിമ. എനിക്ക് ഡൗട്ട് വേണം എന്തുകൊണ്ട് ഞാൻ കൊച്ചു ചാനലിൽ നിന്ന് പോയി. അവൻ തന്നെയാണ് മൃദുലെടുത്ത് പറഞ്ഞത്. ഇനി മേലെ ആദ്യമായിട്ടെന്നെ കുറേ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇനി മേലെ അവനെ എന്നെ വിളിക്കരുത്, ഞാനിനി ഒന്നിനുമില്ല, ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിന്നെ അവൻ വലിച്ച് കീറിയനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അവനിനി ഒന്നും വിളിക്കുന്നത് അവനാ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം മാറ്റി, നിങ്ങൾ തന്നെ കണ്ടത്, പിന്നും എല്ലാം മാറ്റി അവനാ ആദ്യം തുടങ്ങിയത്. എന്നിട്ട് പറയുന്നത് അവനെ അങ്ങ് നമ്മൾ കളഞ്ഞു എന്നുള്ള രീതിയിൽ. ഇതാണ് എല്ലാം അവൻ തന്നെ ചെയ്തു വെച്ചിട്ട്, എന്നിട്ട് അവൻ പറയുന്നത് അവനല്ലാത്ത രീതിയിലുള്ള ആക്കി വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ സംസാരങ്ങൾ വരുന്നത്. അത് നമുക്കത് മൊത്തം കാണാം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ നാട്ടുകാർക്കെന്നല്ല എല്ലാവർക്കും നമ്മുടെ വൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ കൂടുതലായിട്ട് അവളെന്ന് താലോലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സൂഹിക്കത്തില്ല. സ്വന്തം വീട്ടുകാർക്ക് പോലും സൂഹിക്കാത്ത അവസ്ഥയാണ് ഇപ്പൊ വന്നേക്കുന്നതെന്നാണ് ഇപ്പൊ പറയുന്നതാണ്. പിന്നെ അവനവന്റെ വൈഫിനെ അവനവനല്ലാതെ വല്ലവും പിന്നെ സ്നേഹിക്കുമോ, വല്ലവും പരിചരിക്കുമോ? അത് നടക്കുന്ന കേസ് കിട്ടാണോ? ഇവിടൊക്കെ ഇവർ എന്താണ് ഇതിനകത്ത് ഈ കാണിച്ച് കൂട്ടുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അവന്റെ പെണ്ണിനെ സ്നേഹിക്കുന്ന എന്താ കുഴപ്പം? അത് ഒരു തെറ്റുമില്ല. അവള് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അവനല്ലാതെ വേറെ ആരാണ് ചെയ്തു കൊടുക്കേണ്ടത്? അവന്റെ വൈഫിനെ അവനല്ലാതെ വേറെ ആരാ ചെയ്തു കൊടുക്കുന്നത്? അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അവർക്ക് ഒന്നെങ്കിൽ വേറെ എന്തോ മെന്റൽ എന്തോ പ്രശ്നം, അല്ലെങ്കിൽ ഇത് തമ്മിൽ അടിച്ചിരിക്കണം. ആ സംഭവമാണ് ഇതിനകത്ത്. അല്ലാതെ വേറെ ഇതിനകത്ത് കൂടുതലൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. വെറുതെ ചുമ്മാതെ അതിനകത്ത് അവർ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഇന്നലെ പ്ലാൻ ചെയ്ത ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നില്ല. ചെറിയ നിസ്സാര കേസ് കിട്ടാണ് ഇപ്പൊ അടിപിടി ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ ഇത് ഇവരെല്ലാം മനസ്സിൽ കൂട്ടി വെച്ച സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമുക്കിവിടെ കാണുന്നത്. എന്നിന്ന് കിട്ടാവട്ടൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ചു ജോലി ചെയ്തു കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എല്ലാവരും എപ്പിച്ച് കൂടെ നിർത്തിയിട്ട് അവന് ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറ് എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്നെ. ഇതിൽ കൂടുതൽ ഗതി കേട്ടവനായിരുന്നു അപ്പ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയും. ഇതിപ്പം സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ചാനല് പ്രവീണിന്റെ തന്നെയായിരുന്നു. ഇപ്പൊ പ്രണവ് എവിടെ ഇങ്ങോട്ട് ജോലിക്ക് പോയത് വെൽഡിങ്ങിന്റെ പരിപാടിയായിരുന്നു. അപ്പം അനിയനല്ലേ എന്ന് വിചാരിച്ച് അനിയനെ കൂട്ട് വിളിച്ചിട്ടാണ് ഇത് ഒന്നിച്ചാണ് പോക്കുന്നത്. രണ്ടുപേരും കഴിവുണ്ട്, ഇല്ലെന്ന് രണ്ടുപേരും കഴിവുകൊണ്ടും പിന്നെ കുടുംബം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ചാനൽ നല്ല ഗ്രോത്ത് ആയത്. പക്ഷെ തുടങ്ങിയത് തുടക്കക്കാരൻ പ്രവീണാണ്. എന്നിട്ട് ആ കിട്ടുന്നതിൽ വരുമാനം ഷെയർ ചെയ്താണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഷെയർ ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടിരുന്ന എത്ര കിട്ടുന്നോ അതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിക്ക് കൊച്ചുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ആവശ്യം കഴിഞ്ഞപ്പോ, അതായത് മറ്റ് പൈസയും കാര്യങ്ങളും എല്ലാം അവനായ സമയത്ത് ചേട്ടനെ ചവിട്ടി പുറത്ത് കളഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഗൂഢാലോചന നടത്തിയ സംഭവമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം പിന്നെ പ്രവീൺ പറയുന്ന വണ്ടി കാര്യങ്ങളെല്ലാം അവന്റെ പേരിലാണ് മേടിച്ചേക്കുന്നത് മൊത്തം. അത് സ്നേഹമുള്ള ചേട്ടനായിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ല, ആരും അങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യത്തില്ല. അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ചേട്ടനെ ഇനി വേണ്ട. അവന് തന്നെ അവന്റെ ചാനലില് വളർത്തിക്കൊണ്ട്, അത് അവന്റെ ചാനല് ഇത്രയും നാളായിട്ട്, ഞാൻ ആദ്യം പറയാൻ വിട്ടു, അതാ ഇത്രയും നാളായിട്ട് അവന്റെ ചാനല് മോണിറ്റൈസിന് ആകാൻ നോക്കിയിരുന്നിട്ടാണ് അവൻ ആ ലോങ് വീഡിയോ എടുത്തിട്ടേ. അവൻ ലോങ് വീഡിയോ എടുത്ത് ഇപ്പൊ ഇട്ടിരുന്നോ അവനത് വരുമാനം കിട്ടും. ബുദ്ധിമുട്ടും ഇതുവരെയായിട്ട് അവൻ ഒരു ലോങ് വീഡിയോ എടുത്തിട്ടില്ല. ഇതിനകത്ത് പ്രവീണിന്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, കുറെ വീഡിയോസ് അവൻ എടുത്തിട്ടുണ്ട്, ഒന്നും തന്നെ എടുത്തിട്ടില്ല. അവൻ ഇടാത്തതിന്റെ കാരണം എന്താ, അവന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് അവൻ ഈ ലോങ് വീഡിയോ ഇട്ട് അവന് വരുമാനം കിട്ടും. എന്നിട്ട് അവൻ പറഞ്ഞ അവന് പൈസ വേണ്ട, അവന് യൂട്യൂബ് വേണ്ട, അവന് വീഡിയോ ഇടാണ്ടേ ഒന്നും വെറുഞ്ഞോണം. അത് 3 പേരും കള്ളത്തിന് അങ്ങേയറ്റം കള്ളത്തരാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ തന്നെ ചെയ്യാൻ. നമുക്ക് ബാക്കിയൂടെ കാണാം. അത് അവനൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഏട്ടനെ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും, നിങ്ങൾ കളിയാക്കുമല്ലോ. മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനെ കൊണ്ട് വന്നത്, എന്നാൽ എല്ലാ അതിന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. അവനൊന്നും അറിയണ്ട, ഇടുന്നതോ വരുന്നതോ ഒന്നും പണിയെടുക്കത്തില്ല. സീരിയസ്ലി ഒരു പണിയെടുക്കാത്ത ഒരു മടിയനാണ്. അത് വീട്ടിലെല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം, അമ്മയും അറിയാം. 1 മണിക്ക് എണീക്കും ഉച്ചയ്ക്ക്. വീഡിയോ എടുക്കാൻ വിളിച്ച 1 മണിക്കൂർ കഴിഞ്ഞ്
അപ്പോഴും ഏട്ടവന് എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കണം, അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോൾ സമയത്തിന് വീഡിയോ കൊടുക്കണം. കൊച്ചു വീഡിയോ എടുക്കാൻ പാടാണ്, അവന്റെ റൂമിൽ ചെന്ന് കൊട്ടിയാലൊന്നും അവൻ കേൾക്കത്തുമില്ല അറിയത്തുമില്ല. ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കാൻ പാന്ന് വിളിച്ചാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോഴും ഞങ്ങൾ ഏട്ടൻ വീട് കുഴപ്പമില്ല, വരട്ട്, ഇപ്പം എന്ത് ചെയ്യാനാ, വരട്ട്, ഒന്നിനും അങ്ങനെ അവനെ താങ്ങി കൊണ്ടു നടന്നിട്ട് അവൻ എന്നെ അന്ന് വിളിച്ചു ചീത്തയും വിളിച്ചിട്ട് എൻ്റെ പെടുമ്പിള്ള അവൻ ചീത്ത വിളിച്ചേക്കുന്നു. മുറു എന്നും പറഞ്ഞ് കുറെ നടന്ന അവനാണ്. മുറു എന്ന് പറഞ്ഞിട്ട് മൃദുലയുടെ പുറകെ കിടന്നവനാണ്. അവന്റെ വായിൽ നിന്ന് കുളിച്ച തെറിയാണ് ഇപ്പൊ വരുന്നത്. ഇതുവരെ പ്രവീൺ ആണെങ്കിൽ ചാനല്, അതായത് പറയുവാണെന്ന് വെച്ചാല് ഈ ചാനലിന്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം പ്രവീണാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പ്രണവ് അത്ര വലിയ കാര്യമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും അവനെയും കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. എല്ലാം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട്. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ചേട്ടന്റെ ഒരു ദാനമായിട്ട് അത് കാര്യമാണ് എടുക്കണം. സത്യം പറഞ്ഞാല് ചിലവരാണ് അന്നേ അവനെ പുറത്താക്കിയിട്ട് വന്നത്, നീ എന്റെ ചാനലിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് പറയും. കാരണം ഒറ്റയ്ക്ക് നമ്മൾ തന്നെ ചെയ്യണം, പിന്നെ അവന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് തന്നെ ചെയ്താൽ പോയി. അങ്ങനെയുള്ള അവനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന പ്രവീണെ പറഞ്ഞാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതായത് ഒരു കാര്യമില്ല പറയാൻ. ഇനിയിപ്പം നമുക്ക് മനസ്സിലാകാൻ പറ്റും, അതായത് ഈ സംഭവങ്ങൾ വീഡിയോ എടുത്തത് പ്രവീൺ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വീഡിയോ എടുത്തതെന്ന് പറയുന്നുണ്ട്. അത് കണ്ടു. ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നത്? ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് ബാക്കായിരിക്കും. അവർ 3 പേര് ഒന്നിച്ച ഒരു 3 പേര് ചേർന്ന് എന്ത് വേണമെങ്കിലും പറയാം, എനിക്കറിയത്തില്ല. എൻ്റെ എൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. ഇതെനിക്ക് കണ്ടന്റ് ആക്കരുത്, എനിക്ക് എന്ത് ആക്കരുത്, അത്രയും സഹിച്ച് പോട്ടെ എന്ന് ചോദിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെത്തിയത്. കൊച്ചിനെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ കയറിയതിൻ്റെ 100 മടങ്ങ് അവനെ കയറിയത്. അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരക്ഷരം പറയത്തില്ല. അവനെ പറയും വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അറിയത്തില്ല. അവൻ ഭയങ്കര പറ്റിക്കുക വരെ 2 പേരെ. ഞാൻ അവനടുത്ത് പറഞ്ഞു, നീ അച്ഛനും അമ്മയും പൊട്ടനായിക്കോ, എന്നെ പൊട്ടനാക്കട്ടെ. പക്ഷെ ഒരു ദിവസം തിരിച്ചറിയും, അതിൽ ഒരു ദിവസം സീരിയസ് ആയിട്ട് പ്രവീൺ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. പ്രവീൺ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ ആ ഒരു വീഡിയോ എടുത്തുകൊണ്ടാണ് നമുക്ക് തന്നെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. ശരിയല്ലേ? അല്ലെ നമുക്ക് മനസ്സിലാവുമായിരുന്നു? ഒരിക്കലും മനസ്സിലാകത്തില്ല. ഇത് പ്രവീണ് ഇതിനകത്ത് പ്രവീണിന്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഞാൻ ക്ലിപ്പായിട്ട് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആവും വീഡിയോക്കകത്ത്. കാരണം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ ആ വീഡിയോ തന്നെ മൊത്തം തന്നെ എടുത്തിട്ടുള്ളതാണ്. കാരണം അതുപോലെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്, അത് അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനത് വേണ്ട പോഷങ്ങൾ മാത്രം എടുത്ത് കാണും. പറയുവാണെന്ന് വെച്ചാല് ആ വീഡിയോക്കകത്ത് പ്രവീൺ പറയുന്നത് ഇവര്, അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം ഈ വിഷമം ഉണ്ടായ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഈ ക്ലിപ്പ് എടുക്കുന്ന കാരണം ഇത് ഞാൻ ഇടത്തില്ല. നാളെ ഇവര് എന്തെങ്കിലും ഒരു നാടകവുമായിട്ട് എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം പുറത്തിടും. പ്രവീൺ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർ പ്രവീൺ അത് പറയുന്നുണ്ട്, നാടകമായിട്ട് ഇവർ വരും നാളെ എന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന ഉദ്ദേശം അന്ന് മാത്രമേ ഞാൻ ഈ സാധനം ഇടത്തുള്ളൂ പ്രവീൺ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സോറി, ഞാൻ ആ വീഡിയോ ക്ലിപ്പിനകത്ത് വെച്ചിട്ടില്ല, കാരണം ലെങ്ത് ഒരുപാട്, ഇപ്പൊ തന്നെ ലെങ്ത് ഒരുപാടായിട്ടുണ്ട്. അപ്പം അത് അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രവീണ് ഈ വീഡിയോസിൽ എടുത്തുവിട്ടത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇതിൽ ആരാണ് കള്ളത്തരം കാണിച്ചേക്കുന്നത്, ആരാണ് സത്യം. എനിക്ക് മനസ്സിലായ കാര്യം പ്രവീണിന്റെ വൈഫും ഇതിനകത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ നിർഗീയമായിട്ടാണ് പീഡിപ്പിച്ചത്. ആ അമ്മയും അച്ഛനും അനിയനും കൂടെ നിർഗീയമായിട്ട്, അതായത് പ്രവീൺ പറയുന്നുണ്ട്, പ്രവീണിന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട്, അച്ഛൻ പോയത് ഇങ്ങനെ പിടിച്ചിട്ട് അനിയൻ ഇടിക്കുമായിരുന്നു, നല്ല രീതിയിൽ ഇടിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം നല്ല രീതിയിൽ ഫീലിംഗ് ആയിട്ട് ഒരിടത്തും ഇങ്ങനെ കാണിക്കത്തില്ല. ഒരിടത്തും ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും അനിയനും ഉണ്ടെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കാരണം ഇവരുടെ ഫാമിലി ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയൊരു വിഷയമായിട്ട് വന്ന സംഭവം. ഇത് നേരത്തെ പ്ലാനിങ് നടത്തിയതാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇതിനെ ഇവിടെ ചവിട്ടി പുറത്താക്കാന്നുള്ള രീതിയിൽ എന്റെ മനസ്സതാണ് പറയുന്നത്. കാരണം എനിക്കത് എനിക്കത് കണ്ടിട്ടത് മനസ്സിലാക്കി അങ്ങനെയാണ്. കാരണം ചുമ്മാതെ ഒന്നും ഒരാളൊരു ചെറിയൊരു വീഡിയോ ചെയ്തപ്പോൾ ചെറിയൊരു ചൊറിച്ചിലുണ്ടാകും, അടിപൊളി ഉണ്ടാകും. അവരങ്ങനെ ഉണ്ടാക്കുന്ന ആളല്ലായിരുന്നു അവർ 2 പേരും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇതാ. എന്നിട്ട് ഇവര് പറയുന്നത് പെണ്ണ് വന്ന് കയറിയപ്പോഴുള്ള വിഷയമായിരുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത്.
എന്നിട്ട് പെണ്ണ് കയറി വിഷയം ഉണ്ടായിട്ട് ഇവർ എന്തുകൊണ്ടാണ് എന്നിട്ട് പിന്നെ വീഡിയോസ് എടുക്കാനും ഒന്നിച്ച് കളിച്ച് തിരിച്ച് പോകാനും എടുക്കാനും എല്ലാം പോകുന്നുണ്ടായിരുന്നത്? എന്തിനാ പോയത് അങ്ങനെ? മനുഷ്യരുടെ മുന്നിൽ കണ്ണി പൊടിയിടാനോ? ഇപ്പോഴും അത് തന്നെയല്ലേ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനും അറിയാം. ഡ്രാമ കളിച്ചിട്ട് മനുഷ്യരെ കണ്ണി പൊടിയിടാനും അറിയാം. ഇനി ഇപ്പം ഈ പ്രവീൺ ചെയ്തതിന്റെ വീഡിയോ ആയിട്ട് അടുത്ത റിയാക്ഷൻ വീഡിയോ ആയിട്ട് അവൻ വരും. ഇതിങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് പ്രവീൺ അത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവായിരിക്കുമെന്ന്. ഉള്ള കാര്യം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. സത്യം പറഞ്ഞാല് എനിക്ക് നല്ല ഷോക്കായി പോയി ഈ വീഡിയോസ് തന്നെ. പ്രവീൺ പുറത്തിട്ടപ്പോൾ നല്ല രീതിയിൽ ഷോക്കായി. ഒരച്ഛനമ്മമാരും ചെയ്യാത്ത കാര്യം, അനിയനായ പോലും ഇങ്ങനെ ചെയ്യാത്ത ഒരു കാര്യം തന്നെ. നമ്മൾ പറയുന്ന സംസാരിക്കുക, അല്ലെ ഒരു അടി കൊടുക്കും കഴിയും. ഇതാണോ മേല് കണ്ടോ? പോലീസുകാർ പിടിച്ചിട്ട് ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ഗുണ്ടകളൊക്കെ പിടിച്ചിട്ട് നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ തല്ലാൻ പോകുന്ന രീതികൾ വളരെ കഷ്ടം. എനിക്ക് സഹിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം സഹിക്കാം. എന്റെ മുന്നിൽ എങ്ങാനും അവരെ എപ്പോഴെങ്കിലും കാണാൻ കിട്ടുവാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മറുപടി പറയും. ഉള്ള കാര്യമാണ്. എന്നെങ്കിലും എന്റെ മുന്നിൽ വെച്ച് കാണുന്ന സമയത്ത്, ഏതായാലും ഇവർ ചടയമംഗലമാണ്, കൊല്ലം, എനിക്കറിയാം സ്ഥലം. കാരണം അതുപോലത്തെ നല്ല വിഷമമുണ്ട്. കാരണം ഇങ്ങനെ ഒരിക്കലും ആരോട് ഞാൻ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം എന്റെ വീഡിയോസ് ആരിലും കാണാൻ ഒരു മാതാപിതാക്കളും ആരും ഇങ്ങനെ ചെയ്യത്തില്ല, അതെനിക്കറിയാം. പിന്നെ എന്നാലും ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാം, ദൈവത്തെ കൊണ്ട് ആരും ഇങ്ങനെ ചെയ്യരുത്. ചവിട്ടി പുറത്താക്കിയാലും കുഴപ്പമില്ല, ഇങ്ങനെ മേല് ഉപദ്രവിക്കരുത് യാതൊരു കാരണവശാലും. അത് ചെയ്യുന്നത് വളരെ തെറ്റാണ്, ആരെയാന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇവർ കാണിച്ച് ഭയങ്കര ക്രൂരമായിട്ട് ഈ വീഡിയോസ് ആയാലും കാണുമ്പോൾ അവർ കേസ് കൊടുത്താൽ അവരെല്ലാം അകത്ത് പോകും, 100% ഉറപ്പാണ്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട്